പെരും കാടല്ലയോ, ആ കാട്ടിൽ കയറി പോയിട്ടാ വിറക് പറക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പോലെ നീ കൊച്ചുങ്ങൾ പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോയി. എന്നിട്ടാ ഒരു പക്ഷേ 2 വിറവിന് പോയി ആ കാട്ടിൽ കയറി പോയി. ഇത് എന്തൊരു സാധനം കടിച്ചെന്ന് പോലും അറിയാമോ. കൊച്ചുങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേന് പോയി. എന്നെ പേര് വിളിച്ച് സിന്ധുയെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്നു. എന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചപ്പോൾ എന്നെ പാമ്പ് കടിച്ചിടിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ ചോദിച്ചു പാമ്പാന്നോ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അവരെ പാമ്പാ കടിച്ചത് ഞാൻ കണ്ടിട്ട് പോലും ഞങ്ങൾ അവിടെ കുത്തിയിരുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെ നിലവിളിച്ചു പോയി. ഇതാണ് അതിന് തല കരിഞ്ഞു പോയില്ലേ? തല കരിഞ്ഞു പോയി. തലയുടെ ഭാഗത്ത് തന്നെ തലഭാഗത്ത് തന്നെ കരിഞ്ഞു പോയിരിക്കുന്നത്. നമസ്കാരം. ഡോക്ടേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വ്യത്യസ്തമായ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ കാലങ്ങളിൽ വിശ്വസിക്കാൻ സാധിക്കാത്തൊരു തരത്തിലുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഒരു സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു 2 ദിവസം മുമ്പേ ഒരു സംഭവം നമ്മൾ മീഡിയ വഴിയൊക്കെ അറിയാൻ സാധിച്ചു. എന്തെന്ന് വെച്ചാൽ നമ്മള് ഒരു വീട്ടമ്മയെ പാമ്പ് കടിക്കുകയും ആ പാമ്പ് വീട്ടമ്മയുടെ ചിതയിൽ വന്ന് ആ തീയിൽ വെന്ത് മരിക്കുകയും ചെയ്തു എന്നുള്ളൊരു സബ്ജക്ട് ഒരു വിഷയത്തെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ സത്യമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്കിലും അത് കാണുമ്പോൾ നമുക്ക് ആ സത്യത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല. എങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. വീട്ടമ്മ വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയിരുന്നു. വീടിന്റെ തൊട്ടടുത്താണ് ഒരു ഏരിയ, ഒരു റബ്ബർ തോട്ടമാണ്. ആ റബ്ബർ തോട്ടത്തിന്റെ സൈഡിൽ കുറച്ച് മലകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് വിറക് ശേഖരിക്കാൻ പോയത്. അവരെ കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. ഈ വിറക് ശേഖരിക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ വിറക് ശേഖരിക്കുന്ന കൂടെയുള്ള ആളുകളോട് ഈ വീട്ടമ്മ പറയുകയും എന്താണ് എനിക്ക് എന്റെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോഴേക്കും ബോധരഹിതമായിട്ട് താഴെ വീഴുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം അവർക്ക് ജീവനില്ലായിരുന്നു, മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അങ്ങനെ അവസ്ഥയിലാണ് നമുക്ക് ആ ന്യൂസ് അറിയാൻ സാധിച്ചത്. എന്നിട്ട് ആ വീട്ടമ്മയെ ചിതയിൽ വെച്ച് ദഹിപ്പിക്കുകയും അതിനുശേഷം വീട്ടമ്മയുടെ മകൻ ഈ ചിതയിലെ സൈഡിൽ ഒന്ന് പോയ ശേഷം പിന്നെ പിറ്റേ ദിവസം കണ്ടാണ് പോയി നോക്കിയത്. പോയ ശേഷം സൈഡിൽ എന്തോ കിടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ അതൊന്ന് പൊക്കി നോക്കിയ ശേഷമാണ് അവർക്കത് ബോധ്യപ്പെട്ടത്. അങ്ങനെ മൊബൈലിൽ പകർത്തുകയും അത് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അതൊരു പാമ്പായിരുന്നെന്ന് മനസ്സിലായത്. അങ്ങനെ ഈ വീട്ടമ്മയെ കടിച്ച പാമ്പ് തന്നെയാണ് അവിടെ വന്ന് ആ ചിതയിൽ എരിഞ്ഞതെന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. അത് സത്യമാണെന്നാണ് നമുക്കും കണ്ടിട്ട് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് എന്താണ് അത് കണ്ട ശേഷം മനസ്സിലാവുന്നതെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാർത്തയിലേക്ക് പോകുന്ന മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോയിട്ട് വരാം. എൻ്റെ പേര് രാജേഷ്. എൻ്റെ അമ്മയാണ് മരിച്ചത്. അപ്പം ന്യൂ ഇയർ കഴിഞ്ഞ് ജനുവരി 1-ാം തീയതി ഇതുപോലെ വിറവെടുക്കാൻ വേണ്ടി 2-3 പേരൂടെ പോയതാണ്. അപ്പോൾ താഴെ വെച്ചാണ് ഇതുപോലെ സംഭവം നടന്നത്. അപ്പം മാക്സിമം എത്തിക്കാൻ പറ്റില്ല, പേടി കൊണ്ടായിരിക്കും, ഞങ്ങളെ ഓർത്തുള്ള പേടി കൊണ്ടായിരിക്കും മരണം കാണണമെന്ന് ഡോക്ടർ പറഞ്ഞത്. പേടി കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷം കയറി കൊണ്ടായിരിക്കും മരണം കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം മരിച്ചിട്ട് ഇപ്പം 4-ാം ദിവസമാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതേപോലെ രാവിലെ ഇങ്ങനെ നിന്നപ്പോൾ 2 ദിവസം വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പം ഇതേപോലെ ഒന്ന് വന്ന് നോക്കാമെന്ന് വെച്ച് അങ്ങനെ ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ കറങ്ങി ചുമ്മാ നോക്കിയപ്പം എന്തോ ഒരു ഇതുപോലെ കിടക്കുന്ന കണ്ട്. നമ്മളത് ഇത്ര പ്രശ്നമില്ല, പണ്ടുള്ളവർ ഇത് പറയുന്നത് കേട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ സംഭവം എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ തലഭാഗത്ത് നോക്കിയപ്പം ഒരു ചെറിയൊരു കൊച്ചു സാധനം, ഞാൻ വെച്ചിൽ ഈ അയിനിയുടെയൊക്കെ പൂ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നതാണ്. ഞാൻ ചുമ്മാ ഒന്ന് ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പം സംഭവം അതല്ല, ഏതൊരു കുഞ്ഞ് പാമ്പിൻ്റെ രൂപം കണ്ട്. അത് അമ്മയുടെ തലഭാഗത്ത് തന്നെ കിടക്കുന്നത്. പക്ഷെ എന്നിട്ട് എൻ്റെ തലയുടെ ഈ കാല് ആ ചെതലെടുത്ത് വെക്കുമ്പോഴും ചൂട് അറിയാൻ പറ്റും. ഇങ്ങനെ ചൂട് വന്നിട്ട് ഈ ഒരിക്കലും പാമ്പ് വീഴത്തില്ല എന്നുള്ള ഒരു മനസ്സിൽ തോന്നി. ഇത്രയും ചൂടുള്ള സമയത്ത് ഉറുമ്പായാലും ഒരു സാധനം പോലും അതിനകത്ത് വീഴത്തില്ല എന്ന്. അപ്പോൾ ഞാൻ നേരെ എൻ്റെ അളിയൻ്റെ അടുത്ത് കാണിച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് വരെ. അപ്പോൾ അളിയനിങ്ങനെ വന്ന് നോക്കിയപ്പം അളിയനും പറഞ്ഞ് സംഭവം ഉള്ളതാ, ഇത് പാമ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ പലരെയും കാണിച്ച് പലരും ഓരോ അഭിപ്രായം പറഞ്ഞ് ഇങ്ങനെ സംഭവം ഉണ്ട്, അത് അറിയാതെ കൊത്തിയതായിരിക്കും, അത് അതിൻ്റെ പാവം തീർക്കാൻ വേണ്ടി വന്ന് ഒന്നീ തലയിൽ ചാവൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. കേട്ട് പുരാണങ്ങൾ നമ്മളിങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറയാനില്ല. ഓരോരുത്തരിങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു.
നമ്മൾ പ്രായച്ചിത്തമാണ്. അത് അറിയാതെ പോയി കൊത്തിയാണ്. ഇത് ഈ മണ്ണെടുത്തപ്പം ചിലപ്പം ഈ കമ്പൊക്കെ വന്ന് അടിച്ചതിന് ദേഷ്യം വന്നിരുന്ന സമയത്താണ് എൻ്റെ അമ്മ അറിയാതെ പോയി വിറവെടുക്കാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളല്ല, ഞാൻ ജനിക്കുന്ന കാലം തൊട്ടേ ഇവിടെ കയറി നടക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ഇതുവരെ ഞാൻ പാമ്പിനെ കണ്ടിട്ടില്ല. ചുരുട്ട കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതുവരെ പാമ്പിനെ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ അമ്മ ചിലപ്പം മേലോട്ടും റബ്ബർ മേലോട്ട് നോക്കി നടന്നപ്പോൾ അറിയാതെ കയറി കടിച്ചാണ്. അങ്ങനെ അത് അറിയാതെ കടിച്ചെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ പാപം തീർക്കാൻ വേണ്ടി, അതിൻ്റെ വംശം തീർക്കാൻ വേണ്ടി ഒന്നെങ്കിൽ തീരും, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കാണുമെന്നൊക്കെ പറഞ്ഞു. അവിടാണ് കണ്ടാലോ. അച്ഛൻ്റെ കുഴിമാടത്താണ് അമ്മ അടയ്ക്കുന്നത്. അച്ഛൻ നേരത്തെ മരിച്ചോ? അച്ഛൻ കൊച്ചുനാളിലെ മരിച്ചു പോയതാണ്. അപ്പോൾ അമ്പലപ്പുറത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഒരു സംഭവം നടന്നത്. ഇതാണ് അന്ന് ഒരുക്കി ചിത, അമ്മയുടെ ചിത ഇതായിരുന്നു അല്ലേ? ഇതാണ് ചിത. ഇത് പിന്നെ ആരും ഇല്ലെങ്കിലും പട്ടിയേക്കണം കയറി നിരങ്ങും മാന്തെന്ന് വെച്ചിട്ട് ഷീറ്റ് പറക്കുക. അങ്ങനെ എടുക്കാൻ വന്നതാണ്, ഞാൻ അടയ്ക്കാൻ വന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തലഭാഗത്തിനെ കണ്ടത്. ഇവിടെ സഞ്ചയനത്തിൻ്റെ ദിവസത്തില അല്ലേ? എന്നാ നാളെ? സഞ്ചയനം നാളെയാണ്, 4 ദിവസമായി. ഇതാണ് അപ്പം ചെറിയൊരു ഇതാണ് പാമ്പല്ലേ? അന്നേരം എല്ലാവരും പറയുന്നത് ഇത് ഒരിക്കലും ഈ ചൂട് സമയത്തൊന്നും വീഴാൻ ചാൻസ് ഇല്ല. ചിലർ പറയുന്ന മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് വീണയായിരിക്കും. ഓരോ കാര്യം പറയുന്നു, നമ്മൾ കേൾക്കുന്നു. ചിലർക്ക് അനുഭവമുള്ളവരിങ്ങനെ പറയുന്നത് കേട്ടു, ഇങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ അവർ മറ്റുള്ളവർ നമ്മൾ ഈ പറയുന്നത് കേട്ടും അവരെ കാണിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ അവരെയും അച്ഛനും അമ്മയും ഇതുപോലെ മരിക്കുമ്പോൾ പാമ്പ് അടിച്ച് മരിച്ചവരൊക്കെ അവരെ വീട്ടുകളിൽ പോയി കണ്ടിട്ടുണ്ടെന്നും. ഞാൻ വിചാരിച്ചത് വേറെ ഒരു കരിയർ ആയിരിക്കും എന്ന് വിചാരിച്ച് തിരിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടത്. പെരും കാടല്ലോ, ആ കാട്ടിൽ കയറി പോയിട്ടാ, വേറെ പറക്കാൻ പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പോലെ നീ കൊച്ചുങ്ങൾ പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോയിന്നുണ്ടോ. ഒരു പക്ഷേ 2 വിറവിന് പോയി ആ കാട്ടിൽ കയറി പോയി. ഇത് എന്തൊരു സാധനം കടിച്ചെന്ന് പോലും അറിയാമോ. കൊച്ചുങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേന് പോയി. എന്നെ പേര് വിളിച്ച് സിന്ധുയെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി വരുന്നു. എന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചപ്പോൾ എന്നെ പാമ്പ് കടിച്ചിടിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ ചോദിച്ചു പാമ്പാന്നോ, നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അവർ പാമ്പാ കടിച്ചത് ഞാൻ കണ്ടിട്ട് പോലും ഞങ്ങൾ അവിടെ കുത്തിയിരുന്നതൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെ നിലവിളിച്ചു പോയി. ആദ്യമായിട്ടുള്ള സംഭവം ഞങ്ങളിങ്ങനെ പാമ്പ് കടിച്ചെങ്കിലും ആ കുഞ്ഞ് തന്നെ അവിടെ വന്ന് വീണ് ആ ചെതയെ തന്നെ വന്ന് വീണ് ചത്തെന്ന് പറയുമ്പോൾ അതുപോലും അറിയാതെ കടിച്ചു പോയതായിരിക്കും. അതിന് ശാപമോഷം കിട്ടാൻ വേണ്ടി ചെയ്തതായിരിക്കും. ഇതാണ് അതിന് തല കരിഞ്ഞു പോയില്ലേ? തല കരിഞ്ഞു പോയി. തലയുടെ ഭാഗത്ത് തന്നെ, തലഭാഗത്ത് തന്നെ കരിഞ്ഞു പോയിരിക്കുന്നത്. ഈ മരിച്ച വീട്ടമ്മയുടെ മകനാണ് കേട്ടോ ഈ ചിതയിൽ ഈ പാമ്പിനെ കണ്ടത്. അതുകൊണ്ട് അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വിശദീകരിച്ചത്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഈ വീട്ടമ്മയുടെ കൂടെ വിറക് ശേഖരിക്കാൻ പോയ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവരാണ് ഇത് കൃത്യമായിട്ട് പുറത്തുള്ള നാട്ടുകാരെയൊക്കെ അറിയിച്ചത്, ഇങ്ങനെ ഒരു സംഭവം പാമ്പ് കടിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായിട്ട് ടോക് ട്രഷേഴ്സ് വീണ്ടും വരുന്നതാണ്. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ടോക് ട്രഷേഴ്സ്.